ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ആദ്യം കാണിക്കുന്നത് ജാനകി രേവതിയെയും വേണുവിനെയും കൂടെ വിഷുവായിട്ട് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ക്ഷണിക്കുന്നതാണ്. ഉടനെ രേവതി പറയും അങ്ങനെ വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വേണുവേട്ടന് ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ടാണ് വരാതിരുന്നതെന്നൊക്കെ പറയും. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മരുമോൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു, പോകുന്നില്ലെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വെറും കൈയോടെയൊക്കെ വരാൻ പറ്റുമോ, വിഷു അയക്കേണ്ട മരുമോൻ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരണ്ടേ എന്ന് പറയുന്നുണ്ട് രേവതി. അന്നേരത്തേന് ജാനകി പറയും നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ സ്നേഹിക്കുകയില്ലാത്ത അവനെ എന്തിനാ ഗിഫ്റ്റൊക്കെ കൊടുത്ത് സൂചിപ്പിക്കുന്നത്, അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇന്നാളാണെങ്കിലും ഒരു കാറ് കൊടുത്തു, അത് പോലും അവന് നന്ദിയില്ലല്ലോ എന്നൊക്കെ പറയും. പിന്നെ ആ നന്ദിയുടെ കാര്യമൊന്നും നോക്കണ്ട, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ മകളുടെ ഭർത്താവല്ലേ, ഞങ്ങൾക്ക് ആ സ്നേഹമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ മകളെ അവൻ അതുപോലെ അങ്ങ് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ രേവതി തട്ടിവിടുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ആണ് വേണു അങ്ങോട്ട് വരുന്നത്. വേണു ഇതൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് ഉടനെ ഫോൺ ഇങ്ങനെ കയ്യിലോട്ട് തരാൻ പറയുന്നുണ്ട്. അന്നേരത്തേന് രേവതി ആ ഫോൺ അങ്ങ് കൊടുക്കും. വേണുവേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഉടനെ വേണു പറയും പിന്നെ ഞങ്ങളുടെ മകൾ അവിടെ ഒരു പുറമ്പോക്ക് പോലെ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. അതെന്താ വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞ്, അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളെല്ലാവരും അവളെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മാത്രമേ പ്രശ്നമുള്ളല്ലോ എന്നൊക്കെ പറയും. അത് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളുടെ ആ ട്രസ്റ്റിൽ ഞങ്ങളുടെ മകൾ അംഗമാകുന്നില്ലല്ലോ എന്ന് പറയും. ഇവിടെ വന്ന മരുമക്കൾ ആരും അതിനകത്ത് അംഗമല്ല എന്ന് പറയുന്നുണ്ട് ജാനകി. അതെന്തായാലും വേണ്ടില്ല, ഞങ്ങളുടെ മകളെ അതിനകത്ത് അംഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരംഗമായി ഞങ്ങളുടെ മകളെയും കരുതി എന്ന് വേണം ഞങ്ങൾക്ക് കരുതാൻ. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം ഞങ്ങളുടെ മോൾ ഒരു പുറമ്പോക്ക് തന്നെയാണെന്നൊക്കെയാണ് വേണു പറയുന്നത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു വേണുവേട്ടാ, ഇനി എന്തായാലും അത് ഞാനിവിടെ എല്ലാവരോടും സംസാരിക്കാമെന്നൊക്കെ പറയും. സംസാരിച്ച് ഞങ്ങളുടെ മകളെ അതിനകത്ത് അംഗമാക്ക്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുള്ളെന്ന് പറയും. എന്തായാലും വിഷു അല്ലേ, നിങ്ങൾ അങ്ങോട്ട് വാന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. പറയും അല്ല, അവിടെ വന്ന് വല്ലതും കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കക്കൂസിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന് പറയും. എന്ന് പറഞ്ഞ് അങ്ങ് ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. അന്നേരം രേവതി പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ എന്ന്. ഞാനില്ല, അല്ലേ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കക്കൂസിന്ന് ഇറങ്ങത്തില്ല, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ഇപ്പോൾ അവളുമാരവിടെയൊന്നും ഇല്ലല്ലോ, നയനയും നവിയും ഇല്ലാത്ത കാരണം കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല, അവിടുത്തെ ഭക്ഷണത്തിന് പോലും നമ്മളെ ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത്, ആരുണ്ടാക്കിയാലും എങ്ങനെ കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്കാണ് പ്രശ്നം. വിഷു ആയിക്കൊണ്ട് അവിടെ കയറി ചെന്ന് ഇങ്ങനെയുള്ള പ്രശ്നം വല്ലതും മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വർഷം മുഴുവൻ പോയതാണ്. ഒന്നാമത് നിൻ്റെ മുഖം കണി കണ്ടോണ്ടാണ് ഇന്ന് എഴുന്നേറ്റതെന്നും പറയുന്നുണ്ട് വേണു. അന്നേരത്തേയും രേവതി പറയുന്നുണ്ട് പിന്നെ എൻ്റെ മുഖത്തിന് എന്നെ ഇതിന് മാത്രം കുഴപ്പമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് രേവതി. നയന നന്ദുവിനുള്ള ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് കയറി വരുന്നത്. നന്ദു പറയും ചേച്ചി ഇതൊക്കെ നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും മോളെ, നമുക്ക് കാശില്ലായിരുന്ന സമയത്തും നമ്മളിതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഇപ്പം പുറത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ, അവർ ചെയ്താൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആകത്തില്ല എന്ന് പറയും. പിന്നെ നയനയുടെ വക ഉപദേശമാണ് നന്ദുവിന്. നീ ഇനിയും അനിയെ വിളിച്ചേക്കരുത്, കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരത്തേനുടനെ നവി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തായാലും SI ആയിട്ട് വരുമ്പോഴത്തേന് വേണം എനിക്ക് കുറച്ച് പേർക്കിട്ടൊക്കെ ഇടിപ്പിക്കാനായിട്ട്, എൻ്റെ അമ്മായിമ്മയെ തന്നെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറയും. ചേച്ചി എന്തായാലും ഞാൻ SI ടെസ്റ്റൊക്കെ എഴുതി പാസ്സായതാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാമ്പിലേക്ക് പോകണം, തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആദ്യത്തെ കേസെന്ന് പറയുന്നത് അനാമികയുടെ അമ്മ അച്ഛനും പറഞ്ഞ ആരോപണത്തെക്കുറിച്ച് തന്നെയായിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയും കൂടെ അനാമികയ്ക്ക് കൊടുത്ത ഒരു മാല എടുത്തു എന്നുള്ളൊരു കേസില്ലായിരുന്നു, അത് ഞാൻ ആദ്യം കുത്തിപ്പൊക്കും. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കേസുകളെല്ലാം ആ കൂട്ടത്തിൽ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ചേച്ചി ഒന്ന് പറഞ്ഞ് മുത്തച്ഛനോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ തന്നെ ഒരു സെലക്ഷൻ മേടിച്ച് തരണം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. നമ്മുടെ അച്ഛനെയും അമ്മയും വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞതൊന്നും ഞാൻ അങ്ങനെ പൊറുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അവരുടെ വീട്ടിൽ കയറി അവരുടെ അച്ഛനെയും അമ്മയും ഞാൻ തല്ലിയത്, അതുപോലെ തന്നെ ഓരോ കേസും കുത്തിപ്പൊക്കി എന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ടെന്നൊക്കെ നവിയോട് നന്ദു പറയുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് കനക പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് കുറച്ച് ചോറ് വാരി കൊടുക്കണമെന്ന് പറഞ്ഞ് നന്ദുവിന് ചോറ് വാരി കൊടുക്കുന്നുണ്ട്. ഉടനെ ഗോവിന്ദൻ പറയും നീ മാത്രം അങ്ങനെ വാരി കൊടുത്താൽ മതിയോ, ഞാനും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദനും കൊടുക്കും. ആ കൂട്ടത്തിൽ നയനയും നവിയും എല്ലാവരും
വാരി വാരി കൊടുക്കുന്നുണ്ട് നന്ദുവിന്. അപ്പോൾ നന്ദു പറയും എനിക്കിനി മതി, എൻ്റെ വയറ് നിറഞ്ഞെന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്, ഇവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന നീ അല്ലായിരുന്നു, എന്നിട്ട് തന്നെ ഇപ്പം വേണ്ടാത്തെന്നൊക്കെ ചോദിക്കും. അമ്മയും അച്ഛനും വാരി തന്നപ്പം തന്നെ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയും. അന്നേരം എന്നാലും വേണ്ടില്ല, ഞങ്ങളെല്ലാവരും വാരി തന്നത് നീ കഴിച്ചേ പറ്റത്തുള്ളൂ, നാളെ അങ്ങ് ക്യാമ്പിലോട്ട് പോവുകയില്ലേ, പിന്നെ അത് തന്നെയല്ല നീ SI ഒക്കെ ആകാൻ പോകേണ്ടതാ, അന്നേരത്തേന് നിനക്ക് നല്ല ആരോഗ്യമൊക്കെ വേണം, അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചേ പറ്റുന്നുള്ളെന്നൊക്കെ നയനയും നവിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പറ്റത്തില്ല, ഇനി ഇന്നത്തെ ദിവസം നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കത്തേ ഇല്ലെന്ന് കനക തീർത്തങ്ങ് പറയും. അപ്പോൾ നയനയും പറയും വേണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അനിയും വരുമായിരിക്കുന്നു, അനിയൊന്നും വരത്തില്ല ചേച്ചി എന്നുണ്ടേ നന്ദു പറയുന്നുണ്ട്. നീ ഇന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല മോളെ എന്ന് നവിയും പറയും. അന്നേരം അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ് നന്ദു. എന്നിട്ട് പറയും എനിക്കിനി ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് പോകും. മുറി വന്നു കഴിഞ്ഞിട്ടും നന്ദുവിന് ആകെ സങ്കടമാണ്. ഫോൺ എടുത്ത് നോക്കുന്നൊക്കെയുണ്ട്, അനിയെ വിളിച്ചാലോ വേണ്ടയോ എന്നൊക്കെ ഓർത്താണ് ഈ ഫോൺ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇവരുടെ എല്ലാം കൂടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഫോൺ അങ്ങ് വെച്ചിട്ട് കട്ടിലേ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദനും കനകയും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. 2 പാക്കറ്റ് ഡ്രസ്സൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. എന്നിട്ട് മോളെ ഇത് മോക്ക് ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞ് കൊടുക്കും. അയ്യോ ഇത് ഒത്തിരി ഉണ്ടല്ലോ അച്ഛാന്ന് നന്ദു പറയുന്നുണ്ട്. അത് സാരമില്ല മോളെ, മോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുതിയതൊക്കെ ഇട്ടാൽ മതി, പഴയതൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. എന്നിട്ട് പറയും മോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാം നോക്കണം, പിന്നെ അനിയായിട്ട് വലിയ കണക്ഷനൊന്നും പോകണ്ട കേട്ടോ, ഇനിയിപ്പം തന്നെ നോക്കിക്കേ നയനെ അവളുടെ അമ്മായിയമ്മ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അഭിയാണെങ്കിലും നവിയെ സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോളായിട്ട് അവരുടെ കുടുംബത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി അനി അങ്ങ് മറന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങ് ഇറങ്ങിപ്പോവും. അന്നേരം കനയ്ക്ക് വന്നാലും സങ്കടമാണ് നാളെ നന്ദു പോകുന്ന ഓർത്തിട്ട്. എന്നിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഗോവിന്ദന് സങ്കടവും ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന റൂമിലേക്ക് വന്നിട്ട് നയനയുടെ ഫോൺ എടുത്തൊക്കെ നോക്കുന്നതാണ്. ഇതുവരെ ആദർശ് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തില്ല, ഇതെന്താ ആദർശേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശ് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാളിലിരിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ നയനയുടെ ഫോണാന്ന് കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിടും. ഉടനെ നയന ഓർക്ക് ഇതെന്താ കട്ട് ചെയ്തത്, ഉടനെ തന്നെ മെസ്സേജ് അയക്കും, എന്താ ഫോൺ കട്ട് ചെയ്തത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ. അന്നേരം മെസ്സേജ് വായിക്കുന്നതല്ലാതെ ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല ആദർശ്. അന്നേരം ടെൻഷൻ അടിച്ചിട്ട് ഉടനെ നയന ദേവയാനിയെ വിളിക്കും. മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറയും ആദർശേട്ടൻ എൻ്റെ കോൾ എടുക്കുന്നില്ല, ഞാൻ അയച്ച മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, എന്താ പറ്റിയ അമ്മ എന്നൊക്കെ ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല മോളെ, അവനിപ്പോൾ 2 ദിവസമായിട്ട് എന്തോ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല, ഞാൻ എന്നാണേലും അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരിക്കുന്നത്, എന്നാലും ഞാൻ എങ്ങനെയും അറിയാൻ നോക്കാവേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആദർശിൻ്റെ അടുത്തോട്ട് ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് നോക്കിയിട്ട് ചോദിക്കും എന്താ അമ്മ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അതല്ല നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറയും, ഞാൻ പഴയ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതല്ല നിൻ്റെ ഭാര്യയോട് പറഞ്ഞേക്കണം ഇനി എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. അതെന്താ അവൾ അമ്മയെ വിളിച്ചാരെന്ന് നിൽക്കും. അതെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തിനാ എൻ്റെ ഫോണിലോട്ട് അയക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കാം. അന്നേരത്തേന് ആദർശ് പറയും അതിനെന്താ അമ്മ അവളുടെ ഫോൺ എടുക്കാതിരുന്നാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ ഫോൺ വന്നപ്പോൾ കട്ട് ചെയ്ത് വിട്ടുകൂടായിരുന്നോ, അല്ലെങ്കിൽ അവൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ മറുപടി അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് നിൽക്കും. ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല, ഇവളുടെ നമ്പർ ഞാനൊന്നും സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അത് കാരണം ആരുടെ കോളാണെന്ന് അറിയത്തില്ലാതെ ഞാൻ എടുത്തത്, നിങ്ങൾക്കിപ്പോൾ എന്താ പറ്റിയത്, നിങ്ങൾ ഭയങ്കര ലോഹ്യത്തിലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ എന്ത് ചെയ്താലും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്നൊക്കെ പറയും, അവൾ എവിടെ പോയാലും എന്നെ ബാധിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ദേവേനെ ഞങ്ങൾ വല്ലാതാകുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു നിൽക്കും. അതല്ല അമ്മ ഇനി എല്ലാവരോടും പറഞ്ഞേക്കരുത്, അവൾ അവിടെ നിൽക്കുന്ന കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞു പിടിപ്പിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല, അവൾ എവിടെ നിന്നാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെൻ്റെ കുഴപ്പം ഉണ്ടാകാൻ എന്ന് പറയും. എന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, അമ്മയ്ക്കാണ് ഇവിടെ പലർക്കും എന്തൊക്കെയോ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ദേവയാനിക്ക് ആകെ ടെൻഷനാണ്, ആദർശ് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ വരണ്ട് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.